ഹലോ ഗൈസ്, അപ്പോ ഇപ്പൊ നമ്മ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാ? പേര് പറ. അത് ശരിക്കും ഒരു മാർക്കറ്റ് ഏരിയ ആയിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ഡേ 5 ആണ്. സോ ഡേ 5 ഞങ്ങളിപ്പോ തിരാന സിറ്റിയിലാണ് ഉള്ളത്. സോ നമുക്കിന്ന് ഇവിടുത്തെ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടേക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ മെയിൻലി എല്ലാം തന്നെ നൈറ്റ് ഒരു 10 to മോർണിംഗ് 11 വരെ ഉള്ളൂ എല്ലാ റൂംസും. സോ അറ്റ്ലീസ്റ്റ് 11 നമ്മൾ എല്ലാ റൂമും ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലഗേജ് ഇവിടെ വന്നിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റോറേജസ് ഉണ്ട്. സോ ലെറ്റ്സ് വാക്ക് ടു ദേർ. അപ്പൊ നമ്മള് ലഗേജ് വെക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. നമുക്ക് ഇതെങ്ങനെ സെറ്റപ്പ് ഒന്ന് നോക്കാം. ഫൈനലി നമ്മൾ ലോക്കർ റൂം എത്തി. നമ്മൾ കറക്റ്റ് ടൈമും ഇഷ്ടമുള്ള ലോക്കറും ചൂസ് ചെയ്ത് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ലോക്കർ ഓപ്പൺ ചെയ്തു വരും. പിന്നെ നമുക്ക് അത്രയും മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാം. അപ്പൊ ഞങ്ങള് ലഗേജ് എല്ലാം ഇവിടെ സ്റ്റോറേജിൽ വെച്ചു. ഇനി നമുക്ക് തിരാന സിറ്റി ഒന്ന് ചുറ്റിക്കാണാം. ഓക്കെ, അപ്പോ ഇപ്പൊ ഇപ്പൊ നമ്മളുള്ളത് ഇവിടെ തിരാനയിലെ സ്കാൻഡർബർഗ് സെന്റർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ ഈ കാണുന്ന മനുഷ്യനാണ് സ്കാൻഡർബർഗ്. സോ മെയിൻലി ഇവിടുത്തെ കൾച്ചറൽ ആർട്സ് ബന്ധമായിട്ടുള്ള സാധനങ്ങളാണ് ഇനി ചുറ്റും. അവിടെ നമ്മൾ നേരത്തെ ഒരു ഓപ്പറ സെന്റർ ഒക്കെ കണ്ടിരുന്നു. സോ അതാണ് ഇവിടുത്തെ സംഭവം. അപ്പോ ഇതാണ് നമ്മുടെ തിരാന സിറ്റിയിലെ ക്ലോക്ക് ടവർ. ഇതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ കയറാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ കൂടെ സ്റ്റേഴ്സ് ഉണ്ട് മേള് വരെ. ക്ലോക്ക് ടവറിന്റെ മേളിൽ കയറണമെങ്കിൽ നമുക്ക് ഇവിടെ യൂറോസ് കൊടുക്കണം. ടോട്ടൽ 2 euros പെർ പേഴ്സൺ ആണ്. സോ ലെറ്റ്സ് പേ ആൻഡ് ഗെറ്റ് ഇൻസൈഡ്. ഫൈനലി നമ്മൾ എത്തി ഗൈസ്. ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ഈ ക്ലോക്ക് ടവറിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കാൻഡർബർഗ് സ്ക്വയർ ഫുൾ കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ അത്രയും ഭംഗിയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് നേരത്തെയാണ് നല്ല ഭംഗിയുണ്ട്. സോ അങ്ങനെ ക്ലോക്ക് ടവർ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്പോട്ടിലെത്തി. സെക്കൻഡ് സ്പോട്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇവിടുത്തെ അൽബേനിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുവൈറ്റ് സിറ്റി ഇവർക്ക് കുറെ പൈസ ഫണ്ട് ചെയ്തു. അപ്പൊ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിനെ നോക്കി കാണുന്ന രീതി ഒരു മോണ്യുമെന്റ് പോലെ അൽബേനിയയിൽ ഇവര് സെറ്റപ്പ് ചെയ്ത ഒരു സാധനമാണ് ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെന്റ്. പറയണില്ലേ? ഫേസ് ഇല്ല. ഇത് കഷ്ടം. എങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഗൈസ്, നമ്മുടെ മാപ്പ് ഒക്കെ സെറ്റായി. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി വീണ്ടും നമ്മൾ ഇവിടെ തന്നെ. എന്നിട്ട് നമുക്ക് പോയി ബാഗ് എടുക്കാം. ഓക്കെ, സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാ? പേര് പറ. എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് അല്ല, തേർഡ് ഡെസ്റ്റിനേഷൻ പിസാരിയ. ലെറ്റ്സ് ഗോ ദേർ. നമ്മുടെ തേർഡ് ഡെസ്റ്റിനേഷൻ ആക്ച്വലി ബിൽഡിംഗ് ഒന്നും ആയിരുന്നില്ല ഗൈസ്. അത് ശരിക്കും ഒരു മാർക്കറ്റ് ഏരിയ ആയിരുന്നു.
സോ നമ്മുടെ അടുത്ത സ്പോട്ടാണ് പിരമിഡ് ഓഫ് ടിറാന എന്ന് പറയുന്ന ഒരു സ്ഥലം. സി, ആ കാണുന്ന ബിൽഡിംഗ് ആണ് പിരമിഡ് ഓഫ് ടിറാന. ലെറ്റ്സ് ഗോ ആൻഡ് സി. സോ ഇത് പണ്ട് ഈ ബിൽഡിംഗ് ശരിക്കും ഇവിടെ വാറിന് വേണ്ടിയിട്ടുള്ള കോൺഫറൻസും പിന്നെ TV സ്റ്റേഷനൊക്കെ ആയിട്ടായിരുന്നു ഈ ബിൽഡിംഗ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ ബിൽഡിംഗ് പൊളിച്ചു കളയണമെന്നൊക്കെ പറഞ്ഞ് കുറേ ചർച്ചകളൊക്കെ നടന്നു. പക്ഷെ ഇവർ പൊളിച്ചൊന്നും കളഞ്ഞില്ല. പകരം ഇത് റെനോവേറ്റ് ചെയ്ത് 2023 ഇവർ റീഓപ്പൺ ചെയ്തു. ഇപ്പൊ ഈ ബിൽഡിംഗ് യൂത്ത് ഫോക്കസ്ഡ് കൾച്ചറൽ സെന്റർ ആൻഡ് ടെക് ഹബിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഗ്രാൻഡ് പാർക്ക് ഓഫ് ടിറാനയിലേക്ക് നമ്മൾ നടക്കുകയാണ്. സോ ഫുൾ ഭയങ്കര ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. നമ്മൾ പാർക്കിന്റെ ഉള്ളിൽ കൂടെ നടന്ന് നമുക്കൊരു കോഫി കുടിക്കാൻ നോക്കും. സോ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. പോവാം. അങ്ങനെ നമ്മൾ പാർക്കിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഇനി ഇവിടെ ഒരു ലവ് ലോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. നമുക്ക് അതെന്താ സംഭവം എന്ന് പോയി നോക്കാം. ഇതായിരുന്ന വീഡിയോ അടുത്ത് നിർത്താൻ മതി. ഇവിടുത്തെ ആൾക്കാർക്ക് സ്നേഹം കുറവാണ് ഗൈസ്. അതെ, ഇവിടുത്തെ ലവ് ലോക്ക് ഭയങ്കര സംഭവമാണ്. വെരി ബ്യൂട്ടിഫുൾ. ഇതാണ് ഇവിടുത്തെ ലവ് ലോക്ക്. ഞാൻ കുറച്ചുകൂടി വലുത് പ്രതീക്ഷിച്ചു. സോ നമ്മള് UK വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഈ സിറ്റി കൂടെ നടക്കുന്നതാ ഇതേപോലത്തെ ഇഷ്ടം പോലെ വെൻഡിങ് മെഷീൻസ്, നമ്മൾ വെള്ളം ആയാലും കൊക്കക്കോള പോലത്തെ സാധനങ്ങളായാലും ഇഷ്ടം പോലത്തെ വെൻഡിങ് മെഷീൻസ് ഓരോ 10 to 5 minutes ഇടവിട്ട് ഉണ്ട്. സോ ദാഹിച്ചറിഞ്ഞ ആരും ബുദ്ധിമുട്ടില്ല. എത്ര നടന്നാലും ആവശ്യമുള്ളവർക്ക് വെള്ളം പോയി ടാപ്പ് ചെയ്യുക, വെള്ളം എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ദ ക്ലൗഡ് എന്ന് പറഞ്ഞ സാധനത്തിലാണ്. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഫുൾ ലൈറ്റൊക്കെ കത്തി ഭയങ്കര ഒരു ക്ലൗഡിഷ് ടച്ച് ആവും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ. കാരണം കുറേ ഗ്ലാസും സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും കാണാൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ പണ്ടെടുത്ത കുറേ ഫോട്ടോസൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ ഇന്ന് അത്യാവശ്യം തിരാന സിറ്റി കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ നേരെ ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ്. ബാഗ് എടുക്കുക, ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ see you in next video. So don't forget to like, share and subscribe. Bye. ചോദ്യം, ഒരു പ്രാവ് ആകാശത്തോട് പറന്നു പോവാ. പക്ഷെ ആകാശത്തോട് പറന്നു പോയപ്പോ മുട്ട ഇട്ടു. എന്നാ മുട്ട നിലത്ത് വീഴുന്ന പൊട്ടിയില്ല.